ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് അമൃതപ്പൊടി വെച്ചിട്ട് വീണ്ടും നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ജസ്റ്റ് ഒരു ട്രൈ ആണേ. അപ്പോൾ പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് പൊടിയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ്, ശരിയാവില്ലെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് എമൗണ്ടിലുള്ള പൊടി എടുത്തിട്ട് നന്നായി റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു സ്വീറ്റ് ഐറ്റം ആയതുകൊണ്ട് ഞാൻ കുറേ നാളായി വിചാരിക്കണം, നമ്മൾ പുറത്തുനിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി പല ഇൻഗ്രീഡിയൻസ് ആവുമല്ലേ അതിലൊക്കെ, നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഭംഗി കണ്ടിട്ട് വാങ്ങി കഴിക്കാനായിട്ട് നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ കുഴപ്പമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ണികൾക്കായാലും വീട്ടുകാർക്കായാലും ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ വയറ് എന്തിനാ കേടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് പിന്നെ ബേക്കറി ഐറ്റംസ് ഒന്നും പുറത്തുനിന്ന് അധികം വാങ്ങി കഴിക്കാറില്ല. പിന്നെ ഉണ്ണീനെ കാണാൻ വരുന്നവർ കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉണ്ണിക്ക് അധികം കൊടുക്കാറൊന്നുമില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൊടിയാണല്ലോ, അമൃതം പൊടി. അപ്പോൾ നന്നായി റോസ്റ്റ് ചെയ്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ നട്ട്സൊക്കെ നന്നായി റോസ്റ്റ് ആവുന്നതിൻ്റെ മണം വരുന്നുണ്ട്. അപ്പോൾ അത് ആസ്വദിച്ച് ഇതാ കൈ വിട്ട് പോയി, നല്ല കളറൊക്കെ ചേഞ്ചായി നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ്, ഞാൻ എനിക്ക് ആവശ്യം എന്ന് തോന്നിയ നെയ്യ് തന്നെ എടുത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് പലർക്കും പല ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ നെയ്യ് മാത്രമല്ല അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായി കട്ടയൊന്നും പിടിക്കാത്ത രീതിയിൽ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര, അത്യാവശ്യത്തിന് മധുരം ഉണ്ട് പൊടി തന്നെ, അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് അങ്ങനെ പഞ്ചസാര ലായനി പോലെ ആക്കിയിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് പിടിക്കാതിരിക്കാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്ത് അത് നൂല് ഒട്ടുന്ന ഒരു രൂപമാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ച അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ആയില്ല, ഇത്തിരി പെട്ടെന്ന് കട്ടയായി പോയിട്ടോ. ഇളക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴേക്കും അത് നന്നായി കട്ടയായി. എനിക്ക് തോന്നുന്നു പഞ്ചസാര വെള്ളം ഇത്തിരി കുറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഒരു ഗ്ലാസിൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റിയപ്പോൾ ഇതിങ്ങനത്തെ ഒരു രൂപമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല ഗൈസ്, ഞാൻ മൈസൂർ പാക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. കുഴപ്പമില്ല. കളറ് പിന്നെ ആ വറവ് കൂടിപ്പോയപ്പോൾ ഇങ്ങനെ ആയതാണ്, ഡാർക്ക് കളറായി. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ഒട്ടി പിടിക്കാണ്ട് നല്ല രീതിയിൽ കട്ടായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ ഞാൻ അതേ ഭംഗിയിൽ അതേ ഷേപ്പിൽ ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓ കണ്ട, ഒരു പീസ് വീണു. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ചൂട് ആറിയിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും വീണിട്ടുണ്ടാവുക. അതൊന്ന് കുറച്ച് നേരം വെച്ച് നോക്കാം ഉറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നല്ലതായി ഉറച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ബായ്.